നല്ല മഴയാ പുറത്ത്. അതുകൊണ്ട് അത് കട്ടതേ വെച്ചിനെ പാലില്ലേ അതുകൊണ്ട് തന്നെ കട്ടില്ല. എന്നാ പുറത്തെന്നാ മഴ ഞാൻ മോനിന്റെ നിന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ വെച്ച് കടിയൊന്നുമില്ലേ ഓ മഴയത്ത് പറ്റിയ കടി റസ്ക്കും ചിപ്സും ആകും. മോനെ എടുക്കടാ അമ്മയില്ലേ എടുക്കടാ ഞാനവിടെ താന്നിരുന്ന പോലെ എന്തോലെ ആയിപ്പോയി. ആ ഇത് തണുപ്പാന്ന് നല്ല മഴയല്ലേ. എന്ത് വയസ്സോ വിഷുവിനോടൊന്നും വെച്ചിട്ടില്ല. എളുപ്പത്തിൽ വെക്കാൻ പറ്റായിട്ടില്ലേ? തേങ്ങയില്ല സേമിയ പായസവും മറ്റേ അരി പായസം അങ്ങനത്തെ വെക്കാണ്ട്. തേങ്ങയില്ല തേങ്ങ വേണ്ട, പാല് കൊണ്ടാവും. പാലോണ്ടും വെക്കായിപ്പോ അല്ല പണ്ട് പറഞ്ഞാൽ ഇന്ന് വെച്ചിട്ടാകുമ്പോ നാളേക്കൊന്നും വെക്കുന്നില്ലല്ലോ. നമ്മൾ ഇന്ന് കുടിക്കുന്നില്ല. മഴയ്ക്ക് നല്ലൊരു പ്രധാനം നന്നായി കുട്ടിക്ക് ഇഷ്ടല്ലേ അല്ലേ? ഒരു കുപ്പിയിൽ അമ്മക്കം എടുക്കാം. പ്രധാനം ഇഷ്ടമാണ്. വെള്ളം അടിക്കി കഴിഞ്ഞു മഴ വെള്ളം വെള്ളമെടുത്തിട്ട് പോയി. എന്നാ പിന്നെ കഴിഞ്ഞ പ്രഥമം വെച്ച് നാളെ അമ്മക്ക് ലേശം കഴിക്കാം. അന്ന് വേണ്ട തേനി പാല് ഇല്ലേ? പാലുണ്ട്. സന്തോഷം കൊണ്ടാന്ന് അല്ലേ? അന്ന് ഞാൻ വറുക്കാട്ടാ. ഞാൻ വറുത്ത് വെക്കാം. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യണം എന്നറിയില്ലേ? ഞാൻ വെച്ചോളൂ. ഞാനൊരു പാല് വെച്ചിട്ട് പായസം കുടിച്ചില്ല. ഞാൻ കുടിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് ഉണ്ടോ? പണ്ട് തേങ്ങ പണ്ട് തേങ്ങാപ്പില് കല്യാണത്തിലും തേങ്ങ പിയ്യാന്ന് ഒരു 100 നോർത്ത് വേണം പിയ്യേണ്ടിക്ക്. എന്നിട്ട് വെള്ളവും എടുക്കും ഇത് പിയ്യലും ഒരു ഭാഗത്തേക്കും. ഇന്ന് മിഷനല്ലേ? ഇന്ന് മിഷനാണ്. ഇന്നതുകൊണ്ട് അതിന് ഇന്നടിയും പ്രഥമം വെക്കുന്നുണ്ടാ. ഇന്നെല്ലാം ഒന്നത് പാൽപ്പായസം ഇല്ല സേമിയോ പണി തീർന്നില്ലേ? എന്നാ വേഗം നോക്ക്. എന്നാ പിന്നെ ഈ മഴയ്ക്ക് നല്ല സുഖമുണ്ടോ കുടിക്കാൻ? ഇപ്പൊ സന്തോഷം കൊണ്ടോ തുള്ളിച്ചാടുന്നുണ്ട്. നമ്മൾ പോകുമ്പോ ഇനി കരിയല്ല എന്നുവെച്ചാല് ഓനോ സ്കൂള് കൂട്ടിയിട്ട് 2 മാസം എങ്ങനെയാ പോയെന്നൊന്നും അറിയില്ല എന്നാ പറയുന്നു. 2 ദിവസം അനിയനുണ്ടായിന് കളിക്കാനെല്ലാം. മറ്റേ 8ലുള്ള ധ്രുവ് ഓനുണ്ടായ പിന്നെ പറയാനും വേണ്ട കളിക്കാൻ. ഓൻ്റെ ഒപ്പം കൂടി കളിച്ചു. കുരുത്തക്കടൊന്നുമില്ല. നല്ല മോനാണ്. അമ്മ തോട്ടൊന്നും കുളിക്കാണ്ട പരിപാടിയാ. തോട്ടില് വെള്ളമായാ കുളിക്കാൻ. തോടെങ്ങനെയായി തൊഴിലുറപ്പിന്റെ പണിയെടുത്തിട്ടെന്നാ പറയുന്നു. പക്ഷെ തോടിന്റെ പണി പിന്നെ ഒന്നും നോക്കില്ല. വെള്ളം വന്നില്ല. വറക്കുന്നുണ്ട്. വെച്ചാല് 2 വീതം വറക്കണം. ഒന്ന് കുറച്ച് മൂക്ക നല്ലോണം വറക്കണം. ഒന്ന് മൂക്കുകയോ വേണ്ട, ഒരു ചൂടാവുകയോ വേണ്ടു. അത് ചൂടായാൽ മതിയാണ്. ഞാൻ വറക്കുന്നുണ്ടേ. മതി അതായിട്ടുണ്ടാവും. അത് കുറച്ചേ വേണ്ടു. ഇത് മൂക്കിയാക്കിക്കോ. ഇത് നല്ലോണം വറക്കണ്ട ഡ്യൂട്ടി മാത്രമാണ്. ബാക്കി ഞാൻ ചെയ്തോളൂ. നീ വറക്കാൻ മതി. ഇതെല്ലാം കൂടെ തവരാണ്ട ഇന്ന് കുറച്ച് അപ്പുറത്തെ പറഞ്ഞത് നമ്മൾ ഓർത്തിട്ടൊന്നല്ല. എന്താ തവര കണ്ട? അപ്പുറത്തെ വളർത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ കർക്കിടക മാസത്തിൽ തവര വെക്കൂലും പോലും. പക്ഷെ ഇപ്പം എന്താ കർക്കിടക മാസം ഒന്നുമില്ല. തവര എപ്പോൾ കിട്ടുന്നത് അപ്പോൾ തവര വെക്കും. ഉണ്ടാക്കും നല്ല തവര. എത്രപ്പാടുണ്ട് നല്ല ഒരു വഴിയുണ്ട്. എന്നുവെച്ചാൽ അവിടെ മരം മുറിച്ചിനെ. അതുകൊണ്ട് എല്ലാം പണ്ടെല്ലാം അത്ര പറിച്ച് വെക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒറ്റ കിട്ടിയിട്ടില്ല. അതൊക്കെ എല്ലാം മിഷൻ വെച്ച് വയക്കുന്നതുകൊണ്ട് തവരൊന്നും ഇപ്പം കാണാനേ ഇല്ല. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം തിളക്കട്ട്. തിളച്ചിട്ടാകുമ്പോൾ പരിപ്പ് കഴുകിയിട്ട് അതിലിടാം. പോരെ അടുപ്പത്ത് വെക്കാം. അതൊന്നല്ലേ അടുപ്പത്താകുമ്പോൾ കുറേ സമയം വെക്കണ്ടേ? ഗ്യാസ് തീരായി. അതെയാ. പരിപ്പ് കഴുകി ഇനി അടുപ്പത്ത് നല്ലോണം വെള്ളം തിളച്ച് ഇനി നല്ലോണം ഉണ്ടക്കിട്ടും. എനിക്ക് പറഞ്ഞതാ. ഇതാ ഇനി വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഇടുക. വറക്കാൻ പഠിച്ചില്ലേ? ഇനി ഇങ്ങനെ ആക്കിയിട്ട് ഒരു ദിവസം വെച്ചിട്ട് ആ മനപ്പ് കൊടുത്തേക്കുക. ഉണ്ടാ ഇങ്ങനെ ഇളക്കിയിട്ട് പതച്ച് മറിയറേ. നല്ലോണം കുറച്ച് കുറേശ്ശനെ കത്തിക്കണ്ടു. അടുപ്പ് തീയുണ്ട് പാളുന്നു. ആരെങ്കിലും വിരുന്ന് വരുന്നുണ്ടാകുമ്പോൾ പ്രസവം വെക്കുന്ന തീപ്പാളുന്ന് പണ്ടെല്ലാം അങ്ങനെയാണ് തീപ്പാളുന്നുണ്ടെന്ന് പറയുന്നത്. വിരുന്ന് പിന്നെ അടപ്പ്
ഇട്ടിട്ടുണ്ട്. പറിച്ച് പറഞ്ഞു ഓരോ നോക്കണേ. ഇത് നല്ലോണം പതച്ച് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി വെല്ലം കുറച്ച് സമയം വെല്ലം അരിഞ്ഞിരിക്കല് കുറച്ച് ഇളക്കിയിട്ട് നല്ല യോജിപ്പാക്കിയെടുത്ത് ഇതിപ്പോൾ എൻ്റെ തലയിലുണ്ട്. ഒരാൾ വിളക്കെത്തിക്കാൻ പോയി, ഒരാൾ തുണിയാടിയിടാൻ പോയി. ഇങ്ങനെയാണ് പരിപാടി. ഇത് സെറ്റാക്കേണ്ടത് ഞാൻ തന്നെ വേണം, അവർ കൊടുത്ത് നോക്കില്ല. അപ്പോൾ ഞാൻ ഒരു ചെറിയ തേങ്ങക്കാരനാണ് പണ്ടെൻ്റെ ഇളയപ്പൻ തേങ്ങക്കാരനായിരുന്നു. ഓളപ്പൻ പോയിട്ട് ചെറിയൊരു പരിചയമുണ്ട്. ഇപ്പോൾ എൻ്റെ തലയിലിട്ടിട്ട് അവർ പോയി. ഞാനാക്കാം. ഞാറ്റ് പ്രഥമനായി എന്ന് അല്ല എന്തെല്ലോ തള്ളുന്നാണ്ടിന്. നീ വന്നുവാ എന്നാ പിന്നെ ഞാൻ ഇങ്ങേക്കാം. ഞാറ്റ് പ്രഥമനായി എന്നിട്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. ഞങ്ങളിങ്ങനെ പോയി ഓരോ പണിയെടുത്തപ്പോൾ പ്രഥമനാവുക. അതുകൊണ്ടാണ് ഞാൻ വിളക്കത്തിക്കണ്ടേ. പാൽ വയ്ക്കണം. വിളക്കത്തിക്കേണ്ട സമയത്ത് വിളക്കത്തിക്കാൻ വേണ്ടി ഞാൻ ഇതുവരെ പശുവും പാലിൽ ഞാൻ വെച്ചിട്ടില്ല. ഞാൻ തേങ്ങാപ്പാലിൽ വെക്കുന്നു. ഒരു കാര്യമില്ലേ, ഇത് ഇന്ന് കുടിച്ച് നോക്കിയിട്ട് കുറ്റം പറയാറ്. കുറ്റം എന്ന് പറഞ്ഞാൽ പാല് ഒഴിച്ചിട്ട് കുറ്റം പറയാറ്. കുറ്റം പറയേണ്ട വീട് വെച്ചത് അതേപോലെ പറഞ്ഞ്. അതുകൊണ്ട് ആരും പാല് ഈ കഷ്ടപ്പാട് കൊണ്ട് ആരും പാല് വെച്ചിട്ട് പ്രഥമം വെക്കൂല. അതുകൊണ്ട് എല്ലാവരും പാല് വെച്ചിട്ട് വെച്ച് നോക്കും. എന്നിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. ഞാൻ പാലിങ്ങനെ ഒഴിക്കുന്നുണ്ട് കേട്ടാ. സത്യം പറഞ്ഞാൽ തേങ്ങ കുറവാന്ന്. തേങ്ങയ്ക്കിപ്പോൾ എന്താ വില, അതുകൊണ്ടാണ് പശുപാല്. നമ്മൾ ചെറിയ മുളക് വീട്ടിലെല്ലാം പാല് ഇങ്ങനത്തെ ഒരു വേറെ ടിന്നിൻ്റെ പാല് വാങ്ങാനില്ലേ? അത് ഈന് വയ്ക്കൂല. അയ്യോ, അത് മറ്റേ പായസത്തിനല്ലേ ആ മിൽക്ക് മേഡ്. ഇത് പൊടിക്കണ്ടേ? ഏലക്കായി പൊടിക്കണം. ഏലക്കായി പൊടിച്ചിട്ട് ഇടുക. പിന്നെ വറവ് നെയ്യ് വറുത്തിടുക അല്ലേ? നെയ്യ് അണ്ടിപ്പരിപ്പും നല്ലൊരു പദം വറുക്കണം. പാല് വെച്ചതല്ലേ, അതുകൊണ്ട് നല്ല പണ്ടെല്ലാം അതിൻ്റെ കല്യാണത്തിന് പ്രഥമനെ പയറ് വേവിച്ചിട്ട് വെല്ലവും ഇട്ടാക്കി വെച്ചിട്ട് സൽക്കാരത്തിന് വരുമ്പോൾ കോരി മാറ്റി വെച്ചിട്ട് എന്നിട്ട് സൽക്കാരത്തിന് വരുമ്പോൾ വെച്ചിട്ട്. പക്ഷെ ആ വെല്ലത്തിൻ്റെ അകത്തുനിന്ന് വരിയിട്ട് വെച്ചതായിരിക്കും. ഇന്നലെ ഇപ്പോൾ ആരും കൊണ്ട് അങ്ങനെ ഇതാവുന്ന. അതാണ് നിന്റെ കല്യാണത്തിന് മാത്രം വെറും വെള്ളം പോലെ ഉണ്ടല്ലേ? ഓ, അന്ന് തന്നതും പോരാ. നിങ്ങളൊരിക്കലും മറ്റേ എന്തുന്നാ തന്നിനി? നമ്മൾക്ക് എന്താ സംബന്ധിച്ചിട്ടില്ലേ? അല്ല നമ്മൾ തന്നെ ഡീസൻറ്റ്. അതെ, വെള്ളം പോലെ കണ്ടില്ലേ? അതിനൊരു ഇതുമില്ല. അതുകൊണ്ട് ആർക്കേജിയാണ് ലേശം കൊണ്ടു ആർക്കേജിയിൽ വറുത്തിടുന്നു. ആർക്കേജിയല്ല, നെയ്യ് വേണമെന്നേ ഉള്ളൂ. വേറെ ഒരു നെയ്യ് വേണം ഉണ്ടായാൽ പോരെ? മതി മതി. ഇത് പെട്ടെന്ന് എന്നിട്ടാകുമ്പോൾ തേച്ച് വിട്ടതുണ്ടല്ലോ ലേശം മോന് തിന്നാൻ വേണ്ടിയിട്ടാണ്. അവന് പച്ച തിന്നാൽ ഇല്ല. അപ്പോൾ ലേശം ചൂടാക്കിയിട്ട് ഓനെ എടുത്ത് വെച്ചാൽ പ്രഥമന് വറുത്തതലുമാവും ഓൻ്റെ അണ്ടിപ്പരിപ്പായി. എൻ്റെ ഉണ്ണിപ്പൊട്ടിന് തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രഥമനത് മതി. ഓന് അണ്ടിപ്പരിപ്പ് കൊണ്ടുവന്നാൽ വെച്ചക്കൂല. ഓനെടുത്ത് തിന്ന് കാണാൻ. ഇത് ഞാൻ പറഞ്ഞത് നേരത്തെ ചോദിക്കുന്നുണ്ട്, ഇത് അണ്ടിപ്പരിപ്പ് ഇടണ്ടേ മുന്തിരി ഇടണ്ടേ? ഞാൻ പറഞ്ഞു ഇല്ല ഒന്നും. അത് നമുക്ക് തേങ്ങ കുത്തിയിടാതെല്ലാം പറഞ്ഞിട്ട് അതുകൊണ്ട് മോനെ ഇത് ഏലക്കായി പൊടിച്ചതാണ് കേട്ടോ. പാടായിപ്പോയാൽ ഏലക്കായി ഇരിക്കട്ടെ, ജാസ്തി ഏലക്കായിരിക്കുന്നില്ല.
പ്രഥമൻ അങ്ങനെ റെഡിയായി. ഇനി കുടിച്ചു നോക്കിയാൽ എന്താ പറയുന്നറിയില്ല. അമ്മമ്മ ഇതെന്തിനാ അമ്മമ്മ അടുപ്പിലിടുന്നേ? അടുപ്പിൽ പണ്ടേ വെക്കുമ്പോൾ ഉണ്ടല്ലോ അഗ്നിദേവന് കൊടുക്കണം, എന്നിട്ടേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. മതിലുള്ള സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അടുപ്പിൽ കൊടുക്കണം, എന്നിട്ട് അമ്മയെ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നീ എന്തിനാ ഇത് കഴിക്കുന്നത് ചോദിച്ചാട്ടെ, അണ്ടിപ്പരിപ്പ് എന്താ തിന്ന് തീർക്കും കൊച്ചു കള്ള. ഇത് നാളെ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മയുടെ അവിടെ വലിയമേലൊക്കെ ആക്കിയിട്ട് നമ്മൾ വന്നിന്. അവർക്ക് അവരെ മോന് ടൂറ് പോകേണ്ടതുകൊണ്ട് അതുകൊണ്ട് അത്രയും കുടിക്കുള്ളൂ ഒരു ഗ്ലാസ്. എന്നാലും നമ്മൾ വെച്ചിട്ട് അമ്മക്ക് കൊടുക്കാണ്ട് കുടിക്കുന്നത് ശരിയല്ലല്ലോ. അതായത് കയ്യിലിട്ട് കൊടുക്കുമ്പോൾ ഇതാവണ്ടെന്ന് വെച്ചിട്ട് ആദ്യം തന്നെ കോരി വെക്കുന്നു. അവർക്ക് നല്ല ടേസ്റ്റ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പാലും വെക്കാം. സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.